ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഇത് കാണുമ്പോൾ പൊറോട്ടയൊക്കെ പോലെയാണ്, പക്ഷെ കഴിക്കാൻ പൊറോട്ടയേക്കാൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവം കൂടിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാദ്യം തന്നെ വേണ്ടത് 2 കപ്പ് മൈദയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡാൽഡയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ചെറിയ ചൂടുവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം, അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ബോൾസ് ആക്കി പരത്തിയെടുക്കണം. ഈ ഒരു അളവിൽ 5 എണ്ണം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് വളരെ നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. നമ്മൾ പൊറോട്ടയൊക്കെ പരത്തുന്ന പോലെ നന്നായിട്ട് വലിപ്പത്തിൽ പരത്തണം. ഇനി ഇതിലേക്ക് ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മൈദയും കൂടെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നല്ല ലെയറായിട്ട് കിട്ടുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി പൊറോട്ടയൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് റോൾ ചെയ്യുക. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ തയ്യാറാക്കാം. അടുത്തതായി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൈസും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ റോൾ ചെയ്ത് വെച്ച മാവ് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. പൊറോട്ടയൊക്കെ പരത്തുന്ന പോലെ തന്നെ ചെയ്യാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് റെഡി ആകുമ്പോൾ നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സ് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇതൊന്നുകൂടെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക. എന്നിട്ട് 2 സൈഡ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി തുർക്കിഷ് പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ എല്ലാ കറികളുടെ കൂടിയും നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഒരു തവണയെങ്കിലും എന്തായാലും ഒന്ന് ചെയ്തു നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്